ആക്രമണം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ബേസിൻ വാലി കയറിക്കൊണ്ടിരിക്കുക. അവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുമായിരുന്നു. വാലി കയറിക്കൊണ്ടിരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു 5 മിനിറ്റ്, ഒരു 2 കിലോമീറ്റർ നിയറസ്റ്റ് ഉണ്ടായുള്ളൂ നമ്മളവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് വെച്ചാൽ കുറേ കുതിരകൾ, ഒരു 10-200 കുതിരകൾ ഭയങ്കര പാനിക്കായിട്ട്, അതൊരു നാരോ ആയിട്ടുള്ള റോഡാണ്, കൊക്കയാണ് സൈഡിൽ, ഭയങ്കര സ്പീഡിൽ വരുന്നു. ഞങ്ങളെ വണ്ടി തട്ടിയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വണ്ടി തട്ടി നമ്മൾ കൊക്കയിലേക്ക് വീഴുന്ന. അപ്പം ഈ ആനിമൽസ് പാനിക്കായിട്ട് വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് വിചാരിച്ചു എർത്ത് ക്വേക്കോ അങ്ങനെ എന്തെങ്കിലും ലാൻഡ് സ്ലൈഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം ഡ്രൈവർ പറഞ്ഞു കുഴപ്പമില്ല, പേടിക്കണം, നമുക്ക് മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഈ ഹോഴ്സ് റൈഡേഴ്സ് ആദ്യം വന്ന കുറേ 200 കുതിരകൾ മാത്രമാണ്, പിന്നെ ഹോഴ്സ് റൈഡർ ഉണ്ടായി. അപ്പോൾ അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ നമ്മളോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ അത് ഡ്രൈവറിന് പോലും മനസ്സിലാവുന്നില്ല. ഡ്രൈവറിന് മനസ്സിലായത് ചെറിയ എന്തോ പ്രശ്നമുണ്ടെന്ന് മാത്രം. ബാക്കിയുള്ള പറഞ്ഞാൽ എന്തോ ലാംഗ്വേജ്, അവരുടെ ഭയങ്കര ലോക്കൽ ലാംഗ്വേജ് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, നമുക്ക് മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞു. മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ ടാക്സികൾ വരുന്നുണ്ട്. പോയ ടാക്സികൾ ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. ശരിക്കും ഞാൻ വയനാട് പോലത്തെ റോഡാണ്, അത്ര സ്പീഡിൽ ആർക്കും വരാൻ പറ്റില്ല. അത്ര അവർ പാനിക്കായിട്ട് വരും. അവർ ജസ്റ്റ് ആക്ഷൻ കാണിക്കുമോ, പോകല്ലേ എന്ന്, റീസൺ അറിയുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തോ പ്രശ്നമുണ്ട്, നമുക്ക് ആരോടെങ്കിലും ചോദിച്ചിട്ട് പോകാം. അപ്പോൾ ഞങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തു, വന്നൊരു ടാക്സിക്കാരെ നിർത്തിയിട്ട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ മുകളിൽ CRPFും ഈ ടൂറിസ്റ്റുകളും തമ്മിൽ ചെറിയൊരു അടിപിടി ഉണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നു, അങ്ങോട്ടേക്ക് ആരും കയറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഇവിടെ അത് സ്ഥിരം ഉള്ളതാണ്, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അപ്പം തന്നെ അവിടെ ബ്ലോക്ക് ചെയ്യും. അപ്പോഴേ ഇത് ഭീകരാക്രമണം മനസ്സിലായില്ല. ഇല്ല, ഒന്നും മനസ്സിലായി. ഭീകരാക്രമണം നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നേ ഉണ്ടായില്ല.